ആ പഴയ കമ്പ്യൂട്ടറിലെ CD ഡ്രൈവ് തുറക്കുന്ന ശബ്ദം ഓർമ്മയുണ്ടോ? 2000-കളിൽ ഇന്ത്യയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന ഒരാൾ പോലും മോസർ ബെയർ എന്ന പേരറിയാതെ പോയിട്ടുണ്ടാകില്ല. പാട്ടുകളും സിനിമകളും നമ്മുടെ പഴയ ഫോട്ടോകളും സൂക്ഷിച്ചുവെക്കാൻ അന്ന് നമ്മൾ ആശ്രയിച്ചിരുന്നത് ആ നീലയും വെള്ളയും നിറമുള്ള CDകളെയും DVDകളെയുമായിരുന്നു. 1983-ൽ ദീപക് പുരി സ്ഥാപിച്ച മോസർ ബെയർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒപ്റ്റിക്കൽ മീഡിയ നിർമ്മാതാക്കളായി വളർന്നു. വിപണിയിൽ വെറും 50 രൂപയ്ക്ക് ഒറിജിനൽ സിനിമകളുടെ DVDകൾ ഇറക്കി അവർ ഇന്ത്യയിലെ വിനോദ വ്യവസായത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു. ഇന്ത്യയുടെ ടെക്നോളജി സ്വപ്നങ്ങളുടെ പര്യായമായിരുന്നു ഈ ബ്രാൻഡ്. എന്നാൽ ടെക്നോളജി ലോകത്ത് മാറ്റങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. പെൻഡ്രൈവുകളും പോർട്ടബിൾ ഹാർഡ് ഡിസ്കുകളും പിന്നീട് അതിവേഗ ഇന്റർനെറ്റും ക്ലൗഡ് സ്റ്റോറേജും വന്നതോടെ CDകളുടെ കാലം കഴിഞ്ഞു. വിപണിയിലെ ഈ മാറ്റം തിരിച്ചറിഞ്ഞ മോസർ ബെയർ ഒരു പുതിയ മേഖലയിലേക്ക് തിരിയാൻ തീരുമാനിച്ചു: സോളാർ പാനൽ നിർമ്മാണം. പക്ഷേ അതൊരു വലിയ അബദ്ധമായിരുന്നു. ആയിരക്കണക്കിന് കോടികൾ കടമെടുത്ത് അവർ സോളാർ ഫാക്ടറികൾ തുടങ്ങിയെങ്കിലും ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ സോളാർ പാനലുകൾ ഇന്ത്യൻ വിപണിയിൽ ഒഴുകിയെത്തിയതോടെ മോസർ ബെയറിന് പിടിച്ചു നിൽക്കാനായില്ല. CD ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം നിലയ്ക്കുകയും സോളാർ ബിസിനസ് വൻ പരാജയമാകുകയും ചെയ്തതോടെ കമ്പനി വലിയൊരു കടക്കിണിയിലായി. ഒടുവിൽ 3000 കോടിയിലധികം രൂപയുടെ ബാധ്യതയുമായി 2018-ൽ ഈ സാമ്രാജ്യം ഔദ്യോഗികമായി പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. കാലത്തിനൊപ്പം മാറാൻ വൈകിയതും മുൻകരുതലുകളില്ലാതെ പുതിയ ബിസിനസ്സിലേക്ക് എടുത്തുചാടിയതും ഒരു ടെക് ഭീമനെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിന്റെ ഏറ്റവും വലിയ പാഠമാണ് മോസർ ബെയർ. ഇന്ന് ആ പഴയ CDകൾ നമ്മുടെ അലമാരകളിൽ വെറുമൊരു ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുന്നു.